ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു ബഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും അധികം ബഡ്സിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് വെച്ച് നമ്മൾ മെഹന്തി ഇടാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മെഹന്തി ഇടാൻ അറിയാത്തവർ, എന്നെപ്പോലെ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് പെന്നൊക്കെ കൊണ്ട് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചിയൊക്കെ ഇടാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. പക്ഷേ എന്നെപ്പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഇതുപോലെ. അത്ര എക്സ്പേർട്ട് അല്ല, നീറ്റിലൊന്നും ഇടാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്താ പറയുക, ചെറിയ നല്ല ഡിസൈനൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ ഈ ബഡ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതെന്തായാലും എന്നെപ്പോലുള്ള ആൾക്കാർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഇത് വരച്ച് ഓരോരോ ഷേപ്പ് വരച്ചിട്ട് അതിൽ ഇങ്ങനെ ഈ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡോട്ട് ഇടുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. എങ്കിൽ നമ്മൾ ബഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുസ്ലിംസൊക്കെ ഫ്രണ്ട്സായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ നല്ല നീറ്റായിട്ട് മെഹന്തി ഇടലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഇത്രയും ഭംഗിയിൽ എങ്ങനെയാണ് ഇവർ ഇത്ര പെട്ടെന്ന് ഇടുന്നത്, എന്നെക്കൊണ്ടൊന്നും അത് പറ്റത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് നല്ല പോലെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബഡ്സ് വെച്ചിട്ട് നമ്മളിനി ചെയ്യേണ്ടത് ഈ ഓരോരോ ഡോട്ട്സും ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യണ്ടൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസൈനും കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ ഞാനതെല്ലാം വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്ലവറിൻ്റെയൊക്കെ ലീഫ് വരച്ചെടുത്ത പോലെ അതിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ താഴത്തെ വശത്ത് ഇതുപോലെ ഒന്ന് 2 ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഡോട്ട് ഇട്ട് ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒക്കെ ഒന്ന് ഓരോരോ സിമ്പിളായിട്ടുള്ള വർക്കും എടുത്തൊന്ന് അടിപൊളിയാക്കി എടുക്കാം. ഇതിപ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ള വർക്കൊന്നും അല്ല, എങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ഐഡിയ അറിയാത്തവരുണ്ടെങ്കിൽ കുറച്ച് നല്ല നല്ല ഐഡിയാസ് വെച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഞാനിത് ഇങ്ങനെ കൂടെ ഒന്ന് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ആയിട്ടും കൂടെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചെറിയ ചെറിയ ഡോട്ട്സ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ മെഹന്തി ഇടണമെന്ന് ആഗ്രഹമുള്ളവർ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മൈലാഞ്ചി ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വിദ്യ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അയക്കുക. അപ്പോൾ ഞാൻ ഈ 3 വിരലിന് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് ബഡ്സ് വെച്ച് ഫുൾ ബഡ്സിലാണ് കേട്ടോ കളി. അപ്പോൾ ഈ ഒരൊറ്റ ബഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്താ പറയുക, ഈ വർക്ക് ഫുള്ള് ചെയ്യാൻ ഞാൻ ഒരേ ഒരു ബഡ് മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു വശത്ത് കൂടെ പിന്നെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ബഡൊന്നും വെച്ചിട്ട് വലിക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് ഒരു ലൈൻസൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കുക. എനിക്കിപ്പോൾ എഴുതാൻ തോന്നുന്നത് ഞാൻ എഴുതുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അഖിൽ എന്നാണ്. അപ്പോൾ ഞാൻ അഖിൽ എന്നുള്ള പേര് എഴുതി ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ വെച്ചാണ്. പിന്നെയും ഇതുപോലെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ബഡ് വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്താകുമ്പോൾ നമ്മൾ മെഹന്തി ഇടുമ്പം നീറ്റ്നെസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇനി ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ എൻ്റെ മകൻ്റെ പേര് കൂടെ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ധൻഷു എന്നാണ് അവൻ്റെ പേര്. നമ്മൾ ദച്ചു എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കാറുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം മൊത്തത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബഡ് വെച്ച് ചെയ്ത ഈ ഒരു മെഹന്തി ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർത്തും യൂസ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.